ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, പരാജയ കാരണം ഭരണവിരുദ്ധ വികാരം എന്നതിനപ്പുറം പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് അങ്ങ് എത്തുകയാണ്. സാധാരണഗതിയിൽ കുറച്ച് മയപ്പെടുത്തി പറയാറുള്ള അങ്ങ് വളരെ രൂക്ഷമായി തന്നെ പ്രതികരിക്കാനിടയാക്കിയ ഒരു സാഹചര്യം എന്താണ്? അങ്ങയുടെ വിലയിരുത്തൽ ആ രൂപത്തിലേക്ക് എത്തിയതിന്റെ കാരണം എന്താണ്? ഒരു പരാജയത്തിന് നമുക്ക് പല കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും. അത് ആ പരാജയം ഏറ്റുവാങ്ങിയവർ, ഇവിടെ പാർട്ടി, അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിൽ ആ കാരണങ്ങൾ കണ്ടെത്തി നമ്മെ അറിയിക്കണം. പക്ഷെ ഇവിടെ അത് പാർട്ടിയുടെ അന്വേഷണമാണ്. അതിനപ്പുറത്ത് ഞാൻ അഭിപ്രായം പറയാൻ കാരണം, ഈ തെരഞ്ഞെടുപ്പ് അത് ഒരേ ഒരു മുഖം മാത്രമാണ് അവതരിപ്പിക്കപ്പെട്ടത്. അത് പിണറായി വിജയന്റേതായിരുന്നു. പിണറായി വിജയന്റെ മുഖം അത് ഇതല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടന്നത്. അങ്ങനെ വരുമ്പോൾ പരാജയത്തിന്റെ ഉത്തരവാദി, ജയിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അതിന്റെ ഉത്തരവാദി പിണറായിയാണെന്ന് തന്നെ പറയുമായിരുന്നു. പരാജയപ്പെടുമ്പോഴും അതിന് ഉത്തരവാദി ഉണ്ടാകണം. ആ ഉത്തരവാദി നിന്ന് പിണറായി വിജയന് ഒഴിഞ്ഞു മാറാനും കഴിയില്ല. ഇവിടെ ഇത് സംഭവിക്കുന്നത് ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള വോട്ടാണ് ചോദിച്ചത്. ഭരണ തുടർച്ച എന്ന് പറഞ്ഞാൽ 10 വർഷം ഭരിച്ച ഒരു പാർട്ടിയും മുഖ്യമന്ത്രിയും അടുത്ത 5 വർഷം കൂടി ഭരണത്തിൽ വരുന്നതിനുള്ള ഒരു മാൻഡേറ്റ്, അനുവാദമാണ് ചോദിച്ചത്. അതാണ് ജനങ്ങൾ നൽകാതിരുന്നത്. നമുക്ക് ജനാധിപത്യത്തിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഏകാധിപതി ഒന്നും ആകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പോലും അവിടെ ഒരു അമിതാധികാര പ്രവണത ഈ തുടർച്ചയായ ഭരണം കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് ഞാൻ പ്രധാനമായും എൻ്റെ വിമർശനത്തിൽ ഊന്നി പറഞ്ഞത്, ഇവിടെ അമിതാധികാര പ്രവണത വരുന്നു, ജനാധിപത്യ വിരുദ്ധമായ പ്രതികരണങ്ങൾ വരുന്നു. അത് അപകടകരമാണ്. അത് ജനാധിപത്യത്തിന് അനുയോജ്യമായ ഒരു നല്ല അന്തരീക്ഷവും അവസ്ഥയും ഉണ്ടാകണം. നിർഭാഗ്യവശാൽ അത് ഉണ്ടായില്ല. ഓരോ ഘട്ടങ്ങളിലും പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങൾ, അതൊക്കെ എന്തിനു വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ പരാമർശങ്ങൾ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അമർഷം, അതിന്റെ അത് വളരെ വലുത് തന്നെയാണ്. അപ്പൊ അത് അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഈ അവസ്ഥയിലേക്ക് പാർട്ടി എത്തിച്ചേർന്നത്. ജനാധിപത്യത്തിൽ പാർട്ടി എന്ന് പറയുമ്പോൾ അത് ജയമുണ്ടാകാം, തോൽവിയുണ്ടാകാം. രണ്ടിനെയും വളരെ ഉത്തരവാദിത്തത്തോടെ, സംയമനത്തോടെ സ്വീകരിക്കുന്നതിന്, ഉൾക്കൊള്ളുന്നതിനുള്ള മനസ്സ് പാർട്ടിക്ക് ഉണ്ടാവണം. ഇവിടെ ഇപ്പോൾ പരാജയം സംഭവിച്ചു. ആ തെരഞ്ഞെടുപ്പിനെ നയിച്ച വ്യക്തി ഇതുവരെ ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. നമുക്കറിയാമല്ലോ, ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ, ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ പോലും അവിടെ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ അവരുടെ ആ പരാജയം കൺസീഡ് ചെയ്യും. ആ ജനങ്ങളെ, അവർക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ അവർക്കൊരു തൃപ്തികരമാകുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന, ഒരു പ്രതികരണം ഉണ്ടാകും. ഇവിടെ അതില്ലാത്ത രീതിയിൽ എന്ത് ചർച്ച നടത്തി, എന്ത് അഭിപ്രായം പറഞ്ഞാലും നമുക്കത് അല്ലെങ്കിൽ അണികൾക്ക് പൂർണ്ണമായും സ്വീകാര്യമല്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതും സംഭവിക്കാൻ പാടില്ലായിരുന്നു. കുറെ കൂടി ഡീസന്റ് ആയിട്ടുള്ള, ഇപ്പോൾ പിണറായി വിജയൻ പല സന്ദർഭങ്ങളിലും ഉപയോഗിച്ച വാക്കുകളൊക്കെ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. പക്ഷെ അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അംഗീകരിക്കാനും കഴിയുന്നില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഒരു പരനാറി പ്രയോഗം നമ്മൾ മുൻപ് കേട്ടിട്ടുള്ളതാണ്. ആ പ്രയോഗം 2 തവണ ആവർത്തിക്കുമ്പോഴും NK പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തവണ രാഷ്ട്രീയ ചെറ്റത്തരം എന്ന പ്രയോഗമായിരുന്നു. അത് ചെറ്റത്തരം എന്ന വാക്ക് ഒരു രാഷ്ട്രീയ ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിലെന്താണ് കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ട് അത് ആവർത്തിക്കുന്ന പിണറായി വിജയനെയാണ് നമ്മൾ കണ്ടത്. അത് ആവർത്തിച്ചതിന്റെ തുടർച്ചയായി G. സുധാകരൻ ഉണ്ടായിരിക്കുന്ന ഗംഭീര വിജയം നമ്മൾ കാണുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? അത് വ്യക്തിപരമായി ഞാൻ അതിനൊരു ഒരു കാരണം കണ്ടുപിടിക്കുന്നില്ല. പക്ഷെ അത് ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന്, പിണറായി വിജയൻ വെറും ഒരു ആളല്ലല്ലോ, ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അവിടെയാണ് ഞാനിപ്പോൾ ഈ വാക്കുകളൊക്കെ, അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളൊക്കെ. ആരെങ്കിലും മൊബൈൽ ഓൺ ആക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. പറഞ്ഞോളൂ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള അനഭിലഷണീയമായ വാക്കുകൾ, പ്രയോഗങ്ങൾ, അത് പിണറായി വിജയനെ പോലെ സമാരാധ്യനായ ഒരു നേതാവിൽ നിന്ന് ഉണ്ടാകുമ്പോൾ
അത് കേൾക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു അവേർഷൻ ഉണ്ട്. അത്ര ചെറിയ കാര്യമല്ല. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് വികസനം എന്നൊക്കെ പറഞ്ഞാൽ ഈ റോഡ് എത്ര കിലോമീറ്റർ പണിതു എന്നൊക്കെ എല്ലാം അപ്പുറത്ത് നമുക്ക് ഒരു സന്തുഷ്ടി നൽകുന്ന, സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന ഒരു അന്തരീക്ഷം അത് സൃഷ്ടിക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള ആളാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അതിനു പകരം ആരെയാണ് ഇതൊക്കെ പറയുന്നത്? ആരെങ്കിലും വഴിപോക്കരെയല്ലല്ലോ അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ ചീത്ത വിളിക്കുന്നതൊക്കെ അറിയപ്പെടുന്ന നേതാക്കന്മാരെയാണ്. ഏറ്റവും ഒടുവിൽ അത് ജി സുധാകരനായി എന്നേ ഉള്ളൂ. അതിനുള്ള മറുപടി ജനം കൊടുത്തു. അതിനപ്പുറത്ത് ഇപ്പോൾ പ്രേമേന്ദ്രന്റെ കാര്യത്തിലാണെങ്കിലും അതിനു മുമ്പ് ബിഷപ്പുമാരുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഓരോ സന്ദർഭത്തിലും എം മണിയെപ്പോലെ ഒരു വാക്ക് ഒന്ന് പറഞ്ഞു പോയി എന്നുള്ളതല്ല ഇവിടെ. എം മണി അത് നമ്മൾ വിട്ടുകളയാം നമുക്ക്. പക്ഷേ നമ്മെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമ്മെ ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹം നമ്മുടെ അന്തരീക്ഷത്തെ പൊതു അന്തരീക്ഷത്തെ സംശുദ്ധമാക്കി വയ്ക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള വ്യക്തി കൂടിയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.